വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് ശൂരനാട് രാജശേഖരൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ നേതൃനിരയിലേക്കുള്ള യാത്രയിൽ പാർട്ടിയുടെ ജില്ലയിലെ ഉയർന്ന പദവികളിലും ഏറെ നാൾ പ്രവർത്തിച്ചു. എഴുത്തുകാരനും മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ആൾ കൂടിയായിരുന്നു ശൂരനാട് രാജശേഖരൻ. കൊല്ലം ശാസ്താംകോട്ട DB കോളേജിൽ കേരള വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തകനായിട്ടായിരുന്നു ശൂരനാട് രാജശേഖരൻ തൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. കോൺഗ്രസ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ പ്രവർത്തന മികവിലൂടെയും നേതൃപാടവത്തിലൂടെയും KSU സംസ്ഥാന ഭാരവാഹി എന്ന പദവിയിലെത്തി. തുടർന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയായി. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കൊപ്പമുള്ള പ്രവർത്തന പരിചയം ശൂരനാട് രാജശേഖരൻ എന്ന വ്യക്തിയെ കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃനിരയിലേക്ക് ഉയർത്തി. K. കരുണാകരനുമായി ഏറെ അടുപ്പം കാത്തുസൂക്ഷിച്ച വ്യക്തി കൂടിയായിരുന്നു ശൂരനാട് രാജശേഖരൻ. പാർട്ടിയിലെ ഗ്രൂപ്പ് വിഭാഗീയതകളിൽപ്പെട്ട് പലപ്പോഴും ഒഴിവാക്കലുകൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. എങ്കിലും ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ള ശൂരനാട് രാജശേഖരൻ്റെ പ്രവർത്തനങ്ങൾ ഗ്രൂപ്പ് ചിന്തകൾക്കപ്പുറവും നേതാക്കൾ സമ്മതിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസിന് വലിയ സംഭാവന നൽകിയ നേതാവായിരുന്നു ശ്രീ ശൂരനാട് രാജശേഖരൻ. കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായും എന്നോടൊപ്പം KPCC ജനറൽ സെക്രട്ടറിയായും ദീർഘകാലം പ്രവർത്തിച്ച വ്യക്തിയാണ്. ലീഡർ ശ്രീ K. കരുണാകരനോടൊപ്പം ഏറ്റവും അടുത്ത് നിന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ്. ഞങ്ങളോട് എല്ലാവരോടും ഏറ്റവും അടുത്ത് നിന്ന് പ്രവർത്തിച്ച ആളാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വേർപാട് ഞങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തിപരമായൊരു നഷ്ടം തന്നെയാണ്. കൊല്ലം DCC പ്രസിഡന്റ്, UDF ജില്ലാ ചെയർമാൻ എന്നീ ചുമതലകൾ ശൂരനാട് രാജശേഖരൻ വഹിച്ചു. 2 തവണ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു. ചാത്തന്നൂരിൽ നിന്ന് നിയമസഭയിലേക്കും കൊല്ലത്ത് നിന്ന് പാർലമെന്റിലേക്കും മത്സരിച്ചെങ്കിലും വിജയിക്കാനായില്ല. കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി കായിക രംഗത്തെ മാറ്റങ്ങളിൽ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തി. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനും എന്ന നിലയിലും ശൂരനാട് രാജശേഖരൻ വ്യക്തിമുദ്ര പതിപ്പിച്ചു. കൊല്ലം പ്രസ് ക്ലബ് പ്രസിഡന്റായും ഏറെ നാൾ പ്രവർത്തിച്ചു. നിലവിൽ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവും വീക്ഷണം മാനേജിംഗ് എഡിറ്ററുമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ക്യാൻസർ ബാധിതനായി ചികിത്സയിൽ തുടരുമ്പോഴാണ് മരണം സംഭവിച്ചത്. ക്യാൻസർ എന്ന രോഗത്തിൻ്റെ ശാരീരിക മാനസിക അസ്വസ്ഥതകൾക്കിടയിൽ കഴിയുമ്പോഴും തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നു. രോഗാവസ്ഥ മൂർച്ഛിച്ചപ്പോൾ മരണശേഷം തൻ്റെ ശരീരം പൊതുദർശനത്തിന് വയ്ക്കരുതെന്ന് കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നിർദ്ദേശം നൽകി. അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷം കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും നിറവേറ്റി. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ശൂരനാട് രാജശേഖരൻ്റെ അന്ത്യച്ചടങ്ങുകൾ വീട്ടുവളപ്പിൽ മാത്രമായി ഒതുങ്ങിയപ്പോഴും കോൺഗ്രസ് പ്രസ്ഥാനത്തിനു വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. അമൃത ന്യൂസ്, കൊല്ലം.